ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇന്നലെ മുതൽ ഈ സംഭവങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മാധ്യമപ്രവർത്തകരോട് വളരെ മോശമായി എന്നല്ല, ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങും കണ്ടിരിക്കുമല്ലോ. മാധ്യമപ്രവർത്തകർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. ഈ വാർത്ത നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അണികൾ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. എവിടെയാണ് അവിടെ കെ.സി. വേണുഗോപാൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മൂക്കിന് താഴെ വന്ന് മറ്റൊരു രൂപത്തിൽ പെരുമാറുന്ന അണികൾ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധം, ഇന്ന് രാവിലെയും പോലീസ് ആസ്ഥാനത്തേക്കൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളിൽ കോഴിക്കോട് കണ്ട ദൃശ്യം, അവിടെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇടപെടുന്നു. പ്രവർത്തകരോട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം എന്ന് പറയുകയും അവരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ചില നേതാക്കൾക്ക് ഇടപെടാൻ കഴിയുന്നു, പക്ഷേ പലപ്പോഴും അത് കയ്യിൽ നിന്ന് പോകുന്നു. ഇതാണോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം? എങ്ങനെയാണ് അങ്ങിതിനെ വിലയിരുത്തുന്നത് ശ്രീ സണ്ണിക്കുട്ടി? സ്മൃതി, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച അരമണിക്കൂർ 35 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ SK സജീഷ് ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരം ഒരു വസ്തുതാ വിവരണം ഇവിടെ നടത്തി. ഇപ്പം ഞങ്ങൾക്ക് ഇനി രണ്ടുപേരാണ് ബാക്കിയുള്ളത്. ദയവേത് എനിക്കും ദാമോദർ പ്രസാദിനും അത്യാവശ്യം സമയം തരണം. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അവിടെ നമ്മുടെ ഷാഫി പറമ്പിലിന് ഇന്നലെ ഏറ്റ മർദ്ദനോ അല്ലെങ്കിൽ പോലീസിൻ്റെ ലാത്തിച്ചാർജിലേറ്റ പരിക്ക്, അതിൻ്റെ പ്രതിഷേധം. അപ്പം അതോടൊപ്പം റിപ്പോർട്ടർ TVയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം. അപ്പം സ്മൃതി എന്നോട് ചോദിച്ചതാണെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യം മാത്രമാണ് ചോദിച്ചത്. പക്ഷേ എനിക്ക് മറ്റേതും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും കൂടെ അല്പം സമയം തരണമെന്ന്. സജീഷിൻ്റെ ആ വിവരണം ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ സ്മൃതി, എനിക്ക് KSUവിനെ കുറിച്ചും SFIയെ കുറിച്ചൊക്കെ ചില ധാരണകളുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണുകയും പത്രത്തിൽ വന്ന വാർത്തകൾ വായിക്കുകയും ഇന്നത്തെ ദൃശ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്നലെ അവിടെ നടന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ സജീഷ് പറയുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. കാരണം KSUക്കാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ് പ്രശ്നങ്ങൾ മുഴുവനുണ്ടാക്കിയത്. അവർ മഹാപ്രശ്നക്കാരും തെമ്മാടികളും റൗഡികളുമാണ്. അവർ കോളേജ് അടിച്ച് തകർക്കുന്നുണ്ട്, അവർ എതിരാളികളെ തല്ലുന്നുണ്ട്, പോലീസിൻ്റെ ടിയർ ഗ്യാസ് പിടിച്ചു വാങ്ങിച്ച് പൊട്ടിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരെണ്ണം പോലീസും പൊട്ടിച്ചു. അങ്ങനെ വളരെ അക്രമാസക്തരായ ഒരു വിഭാഗം, മറുഭാഗത്ത് SFI, DYFI പഞ്ചപാവങ്ങളാണ്. അവരൊന്നിലും ഇടപെട്ടില്ല കേട്ടോ. അവർ വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു പ്രകടനം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വന്നപ്പോഴേ പോലീസ് അങ്ങ് ഇടപെട്ടു. അപ്പോൾ ഞങ്ങൾ ഇയാൾ ഷോ കാണിക്കും, നമ്മുടെ ഷാഫി ഷോ കാണിക്കും, അതുകൊണ്ട് പിരിഞ്ഞു പൊക്കണം, നമ്മുടെ ആൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അയ്യോ, എത്രയോ നല്ല കുട്ടികളാണ് എൻ്റെ പൊന്നു സജീഷ്. ഞങ്ങൾ SFIയെയും പിന്നെ DYFIക്ക് എത്ര വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, രാഷ്ട്രീയം അറിയാൻ ശ്രമിക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനൊന്നും വന്നിരുന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഷാഫിയുടെ മുഖത്തെന്തോ പിന്നെ കൈലേസല്ല തൂവാല, പിന്നെ രക്തത്തിൽ നിന്ന് ചുവന്ന മഷി തൂവാല, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില നേതാക്കന്മാർ അടികൊണ്ട് വീണ മറ്റൊരു മുതിർന്ന സഹപ്രവർത്തകൻ്റെ രക്തമെടുത്ത് മുഖത്ത് പുരട്ടിയ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്നിട്ടാണോ ഈ മണ്ടത്തരങ്ങൾ വാസ്തവത്തിൽ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം സ്മൃതി, ഇതുപോലെ സംഘർഷം ഉണ്ടാകുമ്പോൾ സംഘർഷത്തിൻ്റെ കാരണമുണ്ടല്ലോ, രണ്ടു കൂട്ടത്തിൽ നിന്നും ഉണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുന്നത്. അല്ലാതെ ഒരു കൂട്ടർ മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രം സംഘർഷം ഉണ്ടാവാറില്ല. അതിന് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ സംഘർഷത്തിനിടയ്ക്ക് ഇപ്പോൾ സജീഷ് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ സജീഷിന് പോലീസിൻ്റെ അടി കിട്ടിയെന്ന് വരാം. ഒരു ലാത്തി ചാർജ് ഉണ്ടാകുമ്പോൾ തല്ല് കിട്ടും, നവാസിനും കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ഷാഫിയെ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ആ ദൃശ്യവും നിങ്ങൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഒരു 2-3 നിര ആളുകൾ ഷാഫിയുടെയും ഈ അടിക്കുന്ന പോലീസുകാരൻ്റെയും ഇടയ്ക്കുണ്ട്. ഒരു 3-4 പേരുടെ നിര കഴിഞ്ഞിട്ട് പുറകിൽ നിൽക്കുന്ന ഒരാൾ, ഒരു പോലീസുകാരൻ, അയാളാണ് ഷാഫിയെ മാത്രം ലക്ഷ്യമാക്കി 3-4 തവണ അടിക്കുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? അത് ശരിക്കും ഷാഫിയെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത്. അത് യാതൊരു സംശയവും വേണ്ട. ഒരാൾ തന്നെയാണ് തല്ലുന്നത്. നമ്മൾ ലാത്തി ചാർജിൽ ഈ തല്ല പോലീസുകാർ ചിലപ്പം 2-3 പേര് ഒരാളെയൊക്കെ തല്ലുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ പുറകിൽ നിൽക്കുക, ഒരു വലിയ വടി ഉപയോഗിച്ച്, ഒരു ലാത്തി ഉപയോഗിച്ചിട്ട്
മൂന്നോ നാലോ തല്ലുന്നത് അത്ര സ്വാഭാവികമാണോ സ്മൃതി? ഇത്തരം സംഘർഷങ്ങൾ അത് ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പോലീസിൻ്റെയോ പോലീസിനെ പറഞ്ഞു വിട്ടവരുടെയോ നിർദ്ദേശം കൊടുത്ത മുകളിൽ നിന്നുള്ള ആളുകളുടെയോ ലക്ഷ്യം ഒരാളായിരുന്നു, ടാർഗറ്റ്. അതിവിടെ നവാസ് പറഞ്ഞു പോലെ അതിനൊരു കാരണമുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും പിന്നെ UDFിലെ മറ്റു ചെറുപ്പക്കാരും ഒക്കെ സംഘടിച്ചു നിൽക്കുക. അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അതൊരു വലിയ അബദ്ധമാണ്. ഇത് അയാളെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണം. അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരുത്തൻ പൊങ്ങി വരുന്നെന്ന് കണ്ടാൽ ഒന്നിൽ പെണ്ണ് കേസ് അല്ലെ ഇതുപോലുള്ള കേസ്. ഇതിപ്പോൾ പോലീസ് അവിടെയിലാണ്, തല്ലാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കണം. ഇന്ന് രണ്ട് മറ്റു പ്രധാന പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഒന്ന് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയിട്ട് വിറ്റ കാര്യം, മനസ്സിലായില്ലേ? ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ ദ്വാരപാലകരെ കടത്തിക്കൊണ്ട് പോവുക, സ്വർണം പൊതിഞ്ഞ പാളിയാ. അത് നമുക്കറിയാമല്ലോ, ശബരിമലയിൽ നിന്ന് താഴെ പമ്പ വരെ കൊണ്ടുവന്ന് പമ്പയിൽ നിന്ന് മദ്രാസിൽ കൊണ്ടുപോയിട്ട് അത് പൊളിച്ച് വിൽക്കുക, അല്ലെങ്കിൽ സ്വർണം ഉരുക്കി എടുക്കുക. അതൊന്ന്. നമ്പർ 2, ലൈഫ് മിഷൻ കേസുമായിട്ട്, ലൈഫ് മിഷൻ്റെ ഈ പാർപ്പിട സമുച്ചയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനെതിരായിട്ട് ED അയച്ച ഒരു എന്താ പറയുക, സമൻസ്. എന്തിനാണ് വെറുതെ ആരുടെയും നേരെ സമൻസ് അയക്കും? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധയൊന്ന് അകറ്റണം. അതിനുവേണ്ടിയുള്ള ഒരു അഭ്യാസമാണ്. ഇന്നലത്തെ ലക്ഷ്യം സ്വർണമായിരുന്നു. കണ്ടല്ലോ കോടതിയിൽ എന്താ നടന്നെന്നുള്ളത് കണ്ടല്ലോ. ഉത്തരമുണ്ടോ? നിങ്ങളിപ്പോൾ പറയുന്ന 9 ജീവനക്കാരാണോ ഇത് ചെയ്തത്? അതിന് മുകളിലുള്ള ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് അല്ലെ 2 മന്ത്രിസഭയിൽ ഇരുന്ന മന്ത്രിമാർക്ക് ഗവൺമെന്റിനൊന്നും ഒരു കാര്യം ഞാൻ ഇടപെടുകയല്ല. ഒരു കാര്യം ഈ വിഷയത്തെ അപ്പുറത്തേക്ക് സംസാരിക്കാനാണ് സണ്ണിക്കുട്ടി അബ്രഹാം താങ്കളോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് പറയാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സംസാരിക്കാനാണ് ഞാൻ തയ്യാറാണ്. ഈ വിഷയത്തിനകത്ത് സംസാരിക്കാനുള്ള സമയവും മറ്റു വിഷയവും തരണം. ഉറങ്ങിപ്പോയി ഞാൻ ആദ്യത്തെ 15 മിനിറ്റ് ഉറങ്ങുകയായിരുന്നില്ല. മറുപടി പറയാൻ സമയമാണ്. സമയമാണ്. സജീഷ് ബഹളം ഉണ്ടാക്കരുത്. സജീഷ് ബഹളം ഉണ്ടാക്കരുത്. ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനുള്ള സമയമാണ്. സജീഷ് എന്താണ് പ്രകോപിപ്പിച്ചത്? എന്താണ് അങ്ങേ പ്രകോപിപ്പിച്ചത്? ഒന്നുമില്ല, സ്മൃതി ഉറങ്ങിപ്പോയതാന്ന് കരുതി. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. എനിക്ക് ഉറങ്ങേണ്ട സമയത്ത് ഞാൻ ഉറങ്ങിക്കോളാം. സജീഷ് തൽക്കാലം മിണ്ടാതിരിക്കും, ബാക്കിയുള്ളവർക്ക് അനുവദിക്കൂ.